أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. صدق الله. الله رب العالمين. ആയത്ത് ഓടിക്കുമ്പോൾ അങ്ങനെ പറയൽ സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്താ ചോദ്യം? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ പിന്നെ ആരാത് കൊണ്ടുവരാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ തന്നെ പറയേണ്ടത്. അല്ല പിന്നെ എന്താ ഉത്തരം? വേറെ ഉത്തരമില്ലല്ലോ. അങ്ങനെ പറയൽ സുന്നത്താണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. അമ്മൻ ഹാദ, അല്ലാഹു ചോദിക്കുകയാണ്, ഇവൻ ആരാടാ? ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും, നിങ്ങളുടെ സൈന്യം ഇവനാണോ? ആരാണ് നിങ്ങൾക്ക് സഹായിയാകുന്നവൻ? യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ, കാരുണ്യവാനായ തമ്പുരാൻ അല്ലാത്ത ഏതു സഹായിയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്? എത്രമേൽ വലിയ ഗാംഭീര്യം പ്രകടിപ്പിച്ച് നടന്നാലും അല്ലാഹു അല്ലാതെ ആരാണ് നിന്നെ സഹായിക്കാനുള്ളത്? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, നാം അവനെ കുടുംബത്തോടൊപ്പം തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. വമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, അവന് സഹായിക്കാൻ അവന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെയും കണ്ടില്ല അല്ലാഹു അല്ലാതെ. വമാ കാന മിനൽ മുൻതസിരീൻ, അവനിട്ട് സഹായിക്കപ്പെടാൻ യോഗ്യത നേടിയവരിൽപ്പെട്ടവനുമായിരുന്നില്ല. എന്തൊക്കെ കൊടുത്തു അല്ലാഹു? സമ്പത്ത് കൊടുത്തു, ആളുകളെയും കൊടുത്തു. അവനെ കണ്ട് ചില ആളുകളെങ്കിലും അങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അല്ലേ? യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹള്ളിൻ അദീം. ഖാറൂന് ലഭ്യമായതുപോലെ നമുക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇന്നഹു ലദു ഹള്ളിൻ അദീം, അയാളാണ് കേമൻ എന്ന് പറഞ്ഞു.
പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാളെ ഭൂമിയിലേക്ക് ആഴ്ത്തി. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. അപ്പോഴാണ് ഖുർആൻ പറയുന്നത് ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറുനഹു, സഹായിക്കാൻ ആ വിഭാഗത്തിൽ ഒരാളെയും കണ്ടില്ല. ഫിഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ മിൻ ഫിഅത്തിൻ, അങ്ങനെ ഒരാളെയും അവിടെ കണ്ടില്ല. യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ അവനെ സഹായിക്കാൻ പറ്റിയ ആരുണ്ടായിരുന്നില്ല. എന്നാൽ വമാ കാന ലഹു മിനൽ മുൻതസിരീൻ, അവനാണെങ്കിൽ സഹായം സിദ്ധിക്കാനുള്ള യോഗ്യത നേടിയിരുന്നുമില്ല. സഹായം സിദ്ധിക്കണമെങ്കിൽ എന്തുണ്ടാകണം? അള്ളാഹുവിനോട് അടുപ്പമുണ്ടാകണമായിരുന്നു. അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ ആകണമെന്നുള്ള അയാളോടുള്ള ഉപദേശങ്ങൾക്ക് മുഴുവനും അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? എനിക്ക് കിട്ടിയതെല്ലാം എന്റേതാണ് എന്നായിരുന്നു. ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇൻദി, എന്റെ അടുക്കൽ ഉള്ള എല്ലാ സമ്പത്തും എന്റെ ബുദ്ധിയുടേത് മാത്രമാണ്, എന്റെ പരിശ്രമത്തിന്റേതാണ്. അതുകൊണ്ട് ഇതിന് ആരോടും കടപ്പാടില്ല. ഇത് നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധം വിനിയോഗിക്കണം എന്നായിരുന്നു അള്ളാഹുവിന്റെ ദീൻ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ ഉപദേശിക്കുന്നതായി ഖുർആൻ പറയുന്നത്. ലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് നിന്റെ ഓഹരി നീ മറന്നുപോകരുത്. അള്ളാഹുവിനോടുള്ള നിന്റെ ബാധ്യത മറന്നുപോകരുത്. നീ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനായി മാറണം എന്നാവശ്യപ്പെടുമ്പോഴൊക്കെ ഖാറൂന്റെ മറുപടി ഇതായിരുന്നു, ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇൻദി, ഇതെല്ലാം എനിക്ക് കിട്ടിയത് എന്റെ ജ്ഞാനം കൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ്. ഇതിനാരോടും പ്രതിബദ്ധതയില്ല. അയാൾ വലിപ്പം കാണിച്ചു നടന്നപ്പോഴാണ് അയാളുടെ കൂടെ ഒരു പറ്റം ആളുകൾ പറഞ്ഞത്, യാ ലൈതലനാ മിസ്ല മാ ഉതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ, ഇന്നഹു ലദു ഹദ്ദിൻ അദീം, അയാളാണ് കേമൻ. പക്ഷെ ഇയാൾ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടപ്പോ ഇതേ ജനതയിൽ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി, പടച്ചോൻ കാത്തു, ഇല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെട്ടുപോയിരുന്നുവെങ്കിൽ നമ്മളും കുടുങ്ങിയാനെ. കൂടെ പോകാൻ ആഗ്രഹിച്ചവർ അങ്ങനെ പറയാൻ തുടങ്ങി. അതാണ് വഅസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ഫിൽ അംസി യഖൂലൂന, ഇന്നലെ രാത്രി വരെ അയാളുടെ സ്ഥാനം ആഗ്രഹിച്ചിരുന്നവർ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. വഅസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്, ഇന്നലെ വരെ അയാളുടെ സ്ഥാനം ആഗ്രഹിച്ചിരുന്നവർ പറയാൻ തുടങ്ങി. ഇത് പിന്നെ വൈക അന്നല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അങ്ങനെയാണ്. അല്ലാഹുവാണ് ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുന്നതും ചുരുക്കുന്നതും അല്ലാഹുവാണ്. വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, സത്യനിഷേധികൾ ഒരിക്കലും വിജയിക്കാറില്ല. ആരാ പറയണത് ഈ ഫിലോസഫി? അതെ, ജനത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ഖാറൂൻ കേമനാണെന്ന് തോന്നിയപ്പോ എന്തു പറഞ്ഞവരാണിവർ? യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷെ ഇന്ന് ഇയാൾ താഴോട്ട് പോയപ്പോ എന്ത് പറഞ്ഞു? നമ്മുടെ എഫക്റ്റ് അത് തന്നെയല്ലേ. ഒരു മോദി എഫക്റ്റ് വന്നത് എങ്ങനെയാണ് അല്ലെ? UPA ഗവൺമെന്റ് പതുക്കെ ഗ്യാസിൽ കുടുങ്ങിയപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്? യാ ലൈതലനാ മിസ്ല മാ ഊതിയ മോദി, അല്ലെ? അയാളാണ് കേമൻ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ മോഡിയും പറയാൻ തുടങ്ങാൻ എന്ത്? എന്നെ ആളുകൾ പഴി പറയാൻ തുടങ്ങും, കാരണം ഖജനാവ് ശൂന്യാണ്, അല്ലെ? അതായത് കൗം പെട്ടെന്ന് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് ഈ മനഃശാസ്ത്രം അങ്ങനെയാണ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ. ഖാറൂനെ കുറിച്ച് അന്ന് സത്യവിശ്വാസികൾ പറഞ്ഞപ്പോഴൊക്കെയും ആളുകൾ പറഞ്ഞു അതൊന്നും കാര്യമില്ല, അയാൾക്ക് കിട്ടിയ സമ്പത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂസ ഇങ്ങനെ തുരുമ്പിച്ച വസ്ത്രം എടുത്ത് ഈ മനുഷ്യന്മാരോട് വടിയും കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? മൂസയെ എതിർത്തിട്ടും ഖാറൂൻ ആരാണ്? ഖാറൂൻ കേമനാണ്. അതുകൊണ്ട് ഖാറൂന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്നായിരുന്നു ആ വിഭാഗം അങ്ങനെ ചിന്തിച്ചത്. അതുകൊണ്ട് ആ ഖാറൂന്റെ യാത്രയൊക്കെ കണ്ടപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങിയത് യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. അതേ വിഭാഗം തന്നെയാണ് തിരിച്ചു പറയുന്നത് ഇയാൾ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടപ്പോ ലൗലാൻ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. അതിങ്ങനെ രസം ചിരിക്കുക അല്ലെ? ലൗലാ അൻ മന്നല്ലാഹു അലൈനാ, അള്ളാഹ് നമുക്ക് അനുഗ്രഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഖസഫ ബിനാ, അയാളുടെ കൂടെ നമ്മളെയും ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളയുമായിരുന്നു. പടച്ചോൻ കാത്തു. വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. എന്നിട്ട് ഒരു വലിയ ഫിലോസഫി പറയാണ്, കാഫിരീങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെടുമൊന്നുമില്ല, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരെ ആരേ ഉള്ളൂ രക്ഷപ്പെടും. ആരാ പറയുന്നത്? അതായത് ഇവനെ ആഗ്രഹിച്ചിരുന്നവൻ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങി. അതാണ് സമൂഹത്തിന്റെ ഒരു മനഃശാസ്ത്രം അള്ളാഹു അവിടെ പറയാൻ. എന്നിട്ടാണ് അതാണ് പടച്ചോൻ പറയുന്നത്, ഇങ്ങനെ ആരാണ് സഹായിയായിട്ടുള്ളത്? ആരും സഹായിക്കാൻ. എത്ര പ്രതാപികൾ, എത്ര പ്രതാപികൾ, എത്ര പ്രതാപികൾ, എത്ര വലിപ്പമുള്ളവർ. അള്ളാഹു പറയുന്നു അവരൊക്കെ ഈ ഭൂമിയിൽ നശിച്ചു, മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഭൂമിയോ ആകാശമോ കരയാത്ത വിധം
ഒന്നും, അതായത് ഈ ഭൂമിയോ ആകാശമോ അത് വിഷയമാക്കാത്ത വിധം അവർ ഈ ഭൂമിയിലൂടെ അവർ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും ആകാശത്തിനോ ഭൂമിക്കോ ചരിത്രത്തിനോ സംസ്കാരത്തിനോ ഒന്നും പറയാനില്ല. അതാണ് ഭൂമിയും ആകാശവും എന്ന് വെച്ചാൽ അവർ കാലുവച്ചു പോയ മുദ്രകൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്ന വിധം അങ്ങനൊരു സമൂഹത്തിന്റെ നാശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു തന്നു. അതാണ് കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا من المنظرين كم تركوا من جنات وعيون എത്രയെത്ര അരുവികളെയും എത്രയെത്ര തോട്ടങ്ങളെയുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം എത്രയെത്ര കൃഷിയിടങ്ങളെയും എത്ര ഉന്നതമായ സോപാനങ്ങളെയുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വഫാകിഹത്തിൻ കാനൂ ഫീ വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ അവർ സന്തോഷത്തോടെ ആമോദിച്ചിരുന്ന എത്രയെത്ര അനുഗ്രഹീതമായ സ്ഥലങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വകദാലിക് ഇപ്രകാരം ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ മറ്റൊരു ജനതയ്ക്ക് നാം ഇത് അനന്തരമാക്കി കൊടുത്തിട്ടുണ്ട്. ഭൂമിയിലെ ഈ സുഖ സൗകര്യങ്ങൾ മറ്റൊരു സമൂഹത്തിന് നാം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരയുക പോലും ചെയ്തില്ല. എന്നാൽ അങ്ങനെ പ്രതീക്ഷിക്കപ്പെടാവുന്ന വിഭാഗത്തിൽ അവരിട്ട് പെട്ടുമില്ല. അങ്ങനെ പ്രതീക്ഷിക്കപ്പെടണ്ടേ, അതിലവരിട്ട് പെട്ടൂല. ആകാശവും ഭൂമിയും കരയാവുന്ന വിധം അങ്ങനെ ഒരു വിഭാഗം ആയൂല. അതന്നെയാണ് ഇവിടെയും അള്ളാഹു ചോദിക്കുന്നത്. എന്ത് സഹായാടോ നിനക്ക് കിട്ടാനുള്ളത്? എന്നാൽ ആ സഹായിയെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അഫമിൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും നിങ്ങളുടെ സഹായിയാണോ അവൻ? ഇവനാണോ സഹായി? ഇവൻ നിനക്ക് സഹായിക്കാൻ എന്ത് യോഗ്യനാണ്? എത്ര പ്രതാപിയാണെങ്കിലും അവന്റെ അവസ്ഥ എന്താണ്? എത്ര പ്രതാപിയായ ഖാറൂനും അള്ളാഹുവിന്റെ നാശത്തിന് വിധേയായി പ്രതാപികളായി ജീവിച്ചിരുന്നവരെല്ലാം അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد വലിയ പ്രതാപികളുടെ ചരിത്രമാണ് അല്ലാഹു പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ആദ് വിഭാഗത്തെ എങ്ങനെയാണ് അല്ലാഹു കൈകാര്യം ചെയ്തതെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? ആദ് എന്ന് പറഞ്ഞാൽ വലിയ ആകാരശേഷി ഉണ്ടായിരുന്നൊരു വിഭാഗമാണ്. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് അല്ലാഹു ഈ നാട്ടിൽ എവിടെയും അങ്ങനെ ഒരു സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അത്രമേൽ ആകാരം വലിപ്പമുണ്ടായിരുന്ന ആളുകളാണ് ആര്? ആദ് വിഭാഗം. നല്ല പൊക്കുണ്ടായിരുന്നവർ, നല്ല ശക്തി ഉണ്ടായിരുന്നവർ. അതാണ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഒരു നാട്ടിലും അങ്ങനെ അല്ലാഹു അത്തരം ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടില്ല. അത്രമേൽ ഉന്നതരായിരുന്നവർ. വസമൂദല്ലദീന ജാബു الصخر بالواد മലയുടെ താഴ്വാരങ്ങളിൽ പാറക്കൂട്ടങ്ങളിൽ വലിയ ഗംഭീരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നവർ. പാറ അങ്ങനെ തുറന്നിട്ടായിരുന്നു അവരെന്ത് ചെയ്തത്? വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അല്ലദീന ജാബു الصخر പാറ വെട്ടി കൃത്യമായി അത് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ടെക്നോളജി അവരുടെ കയ്യിലായിരുന്നു. എന്നിട്ടോ വഫിർഔന ദിൽ ഔതാദ് അപ്പോ ശക്തിയും ശാസ്ത്രവും ഉണ്ടായിരുന്നവർ അല്ലേ? ഇനി ആരാ വേണ്ടത്? അതിന്റെ കൂടെ കൂടാൻ കൂട്ടിയ മറ്റാരുള്ളത്? വഫിർഔന ദിൽ ഔതാദ് അധികാരമുണ്ടായിരുന്ന ഫിർഔൻ. എല്ലാ അധികാരവും ആർക്കുണ്ടായിരുന്നു? ഫിർഔൻ ഉണ്ടായിരുന്നു. ഈ നദി എന്റെ കീഴിലൂടെയല്ലേ ഒഴുകുന്നത് എന്നായിരുന്നു ഫിർഔന്റെ ചോദ്യം. ഈ കൃഷിയിടം എന്റേതായിരുന്നില്ലേ എന്നായിരുന്നു ചോദ്യം. അതാണ് അല്ലാഹു പറഞ്ഞത് കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. ഫിർഔൻ പോയ വഴി കണ്ടില്ലല്ലോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. ഈ അരുവികളും ഈ പുഴകളും ഈ തോട്ടങ്ങളുമെല്ലാം എത്ര അവർ ഉപേക്ഷിച്ചു പോയത്. ഫിർഔന്റെ നാശത്തെക്കുറിച്ച് പറയുന്നിടത്താണ് അല്ലാഹു അത് പറയുന്നതും. ഫിർഔന്റെ നാശമാണ് അല്ലാഹുവിടെ സൂചിപ്പിച്ചത്. ഈ അരുവികൾ, ഈ ഉദ്യാനങ്ങൾ, ഈ രമ്യഹർമ്മങ്ങൾ, ഈ മനോഹരമായ ഉന്നതമായ സോപാനങ്ങൾ, അധികാരത്തിന്റെ വലിപ്പം പറഞ്ഞിരുന്ന വലിയ കെട്ടിടങ്ങൾ,
അമ്പര ചുംബികളായി നിന്നിരുന്ന കെട്ടിടങ്ങൾ, ഇതെല്ലാം ഇട്ടേച്ചു പോകേണ്ടി വരുന്നൊരവസ്ഥ. എന്നിട്ടോ അവ പോലും അവർക്ക് വേണ്ടി കരയുന്നില്ല. അവക്ക് വേണ്ടി കരയുന്നില്ല. ആകാശത്തിനും ഭൂമിക്കും കരച്ചിൽ വരുന്ന മഹാരഥന്മാരുണ്ട്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആകാശത്തിന്റെ കവാടങ്ങൾ ചിരിക്കും, ആകാശത്തിന്റെ കവാടങ്ങൾ കരയുകയും ചെയ്യും. സത്യവിശ്വാസി നന്മ ചെയ്ത് ആ നന്മകൾ ആകാശത്തിന്റെ കവാടങ്ങളിൽ ചെല്ലുമ്പോൾ ആകാശത്തെ കവാടങ്ങളിലെ മലക്കുകൾ അത് സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കും. അതേസമയം ആ മനുഷ്യന്റെ മരണവാർത്ത അറിയുമ്പോഴും ആകാശം കരയും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പണി പോകാണല്ലോ. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവരെങ്ങനെ ഈ അമലുകളെ ഒക്കെയും അത് സ്വീകരിക്കുകയായിരുന്നു. അമലുസ്വാലിഹാത്തുകളെ സ്വീകരിക്കായിരുന്നു. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് ആകാശത്ത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാണ്. അത് അവിടുത്തെ ഒരു റിസപ്ഷൻ കൗണ്ടറിൽ അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാണ്. ഓരോ തിന്മയും അതും അവിടെ കൃത്യമായി റെക്കോർഡാണ്. അവിടെ മോശമായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും അത്തരം ആളുകളുണ്ടാവും. നശിച്ചുപോയവൻ എന്നല്ലാതെ അവിടെ അവന്റെ പേരിൽ, മരണത്തിന്റെ പേരിൽ ദുഃഖിക്കുകയില്ല. അതേസമയം ആകാശം കരയും എന്ന് അള്ളാഹു പറയുന്നത് ഇവരെ കുറിച്ചാണ്, വലിയ പ്രതാപികളെ കുറിച്ചല്ല. ഒരു പക്ഷേ ഉടുക്കാൻ ഒരു മറുതുണി പോലുമില്ലാതെ ജീവിച്ചു പോയ ഭൂമിയിൽ കാലുവച്ചു നടക്കാൻ പോലും പ്രാപ്തിയില്ലായിരുന്ന മഹാരഥന്മാരായ മുഅ്മിനീങ്ങളെ കുറിച്ചായിരിക്കും എന്തുണ്ടാവുക? ആകാശവും ഭൂമിയും കരയുക. അല്ലെ? ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. ഭൂമിയിലൊന്നും നടക്കാൻ അവർക്ക് ശേഷിയില്ല. അവരെ കണ്ടാൽ നിങ്ങൾക്കൊരു പക്ഷെ തോന്നിപ്പോകും അവർ വലിയ കേമന്മാരാണ്. പക്ഷേ ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, ഭൂമിയിലൊന്ന് കാലുവച്ച് നടക്കാനുള്ള ശേഷി പോലും അവർക്കില്ല. പട്ടിണി കൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ ബോധം കെടുമോ എന്ന് പേടിച്ച് ചാടി നിൽക്കാണ് പള്ളിയിലെ മസ്ജിദുൻ നബവിയുടെ ഓരത്ത്, മസ്ജിദുൻ നബവിയുടെ ഭിത്തിയിൽ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകാൻ, അസ്സലാമു അലൈക്കും. എന്തിനാ അസ്സലാമു അലൈക്കും പറഞ്ഞ? ഞാൻ കൂടെ വന്നോട്ടെ എന്നാണ്. പക്ഷെ അത് ചിലപ്പോ എപ്പോഴും മനസ്സിലാവണമെന്നില്ലല്ലോ എല്ലാവർക്കും. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, തിരിച്ചിങ്ങനെ പോവാണ്. ഈ അഹ്ലുസുഫയെ കൊണ്ടുപോകാൻ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? അസ്സലാമു അലൈക്കും. അതിലേറെ എന്താ അവർ പറയേണ്ടത്? അതിലേറെ അവർ പറയാൻ പാടില്ലല്ലോ. സിദ്ദീഖ് പലപ്പോഴും അബൂ ഹുറൈറയെ കൊണ്ടുപോകുമായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷേ അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് കാലുവെച്ച് നടക്കാൻ പോലുള്ള ശേഷിയില്ല. പക്ഷെ അവർ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സ്വയം കെട്ടിയിടപ്പെട്ട അടിമകളാണ്. മറ്റൊന്നിനും പോകാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കെട്ടിയിടപ്പെട്ട അടിമകൾ. അവരൊക്കെ ജീവിച്ചു പോകുമ്പോൾ അവരെ ഭൂമിയും ആകാശവും അറിയുന്നു. മറുഭാഗത്ത് പ്രതാപത്തിന്റെയും വലിപ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ അഹങ്കാരം കാണിച്ചു നടന്നിരുന്നവർക്ക് അവസാനം അവർ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവൻ മരിച്ചു പോകുമ്പോൾ ഇവൻ പറയാൻ തുടങ്ങും, ലൗലാ അൻ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. ആ ഫ്ലൈറ്റിൽ നമ്മൾ കയറില്ലല്ലോ എന്ന് പറയുന്നവനായിരിക്കും ആര്? ഇത്രമേൽ വലിയ അധികാരത്തെയും ഒക്കെ സ്തുതിപാടി നടക്കുന്നവൻ, ദൈവം കാത്തുല്ലെങ്കിൽ ഞാനും അതിൽ കയറിപ്പോയേനെ എന്ന് പറയുന്നിടത്തേക്കാണ് പിന്നെ പോകുന്നത്. ലൗലാ അൻ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, ദൈവം കാത്തില്ലായിരുന്നുവെങ്കിൽ നമ്മളും അതിൽ കുടുങ്ങിപ്പോയേനെ. അതാണ് സഹായിക്കാൻ ആളില്ലാതെ പോകുന്നു. എവിടെ സഹായിക്കപ്പെടേണ്ടത്? മരണത്തിന്റെ അവസാന സമയത്ത് രണ്ട് വിഭാഗം നമ്മെ ഇങ്ങനെ അലട്ടും. ഒന്ന് ഇബ്ലീസ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ. അവരുടെ സഹായം കിട്ടണമെങ്കിൽ എന്ത് വേണം? തതനസ്സലു അലൈഹിമുൽ മലായിക. ആരാത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഇസ്തിഖാമത്ത് ചെയ്തവൻ, അല്ലാഹു നമ്മളെ മുസ്തഖീമീങ്ങളാക്കട്ടെ. ഇസ്തിഖാമത്ത് ചെയ്ത അവന്റെ മരണസമയത്ത് അവനെ സഹായിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരും. അവരാ പറയാ, അല്ലാ തഖാഫു, പേടിക്കണ്ട. ലാ തഖഫ്, ഡോണ്ട് ബി പാനിക്, പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? നീ സുഖമായി ഈ സ്വർഗത്തിന്റെ ചിത്രവും അതിന്റെ മനോഹാരിതയും കണ്ടിരുന്നോളൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് നീ ഇങ്ങനെ യാത്ര ചെയ്തോളൂ. ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കുകയും വേണ്ട, ഒന്നിലുമില്ല ദുഃഖം. വരാൻ പോകുന്നതൊക്കെയും നേട്ടങ്ങളാണ്. അതുകൊണ്ട് സുഖമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തോളൂ എന്ന് പറയും.
അവിടെ സഹായികളുണ്ടാവും. ഇന്നല്ലാഹ ഹുവ മൗലാക്കും, മൗലാഹു അവനാണ്, അള്ളാഹുവാണ് വലിയ. വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളാണ്, മലക്കുകളാണ്, സ്വാലിഹീങ്ങളാണ്, അവരാണ് സഹായികൾ. അവർ സഹായികളായിരിക്കും എപ്പോഴും. അവർ ഇവിടുന്ന് പോകുമ്പോൾ സഹായികളാകും. അവർ പിന്നെ യാത്രകളിൽ, അതായത് ബർസഖിയായ യാത്ര കഴിഞ്ഞ് മഹ്ശറയിലേക്കുള്ള യാത്രയിലെല്ലാം അവരുണ്ടാകും. ഷഫാഅത്തിന് ഒരു കൈയുണ്ടാകും. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. ആ എല്ലാത്തിനെയും കൂടി ആലോചിച്ചിട്ട് ചോദിക്കാണ്, എവിടെയാടോ നിന്റെ സഹായി? അഫമൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും മിൻ ദൂനിർ റഹ്മാനി. എല്ലാ സഹായത്തിനും വരേണ്ടവൻ ആരാണ്? റഹ്മാനായ തമ്പുരാനാണ്, അല്ലാഹുവാണ്. മനുഷ്യന്റെ ഭീതിയുടെ മുമ്പിൽ, മനുഷ്യന്റെ ആശങ്കയുടെയും ആകുലതയുടെയും മുമ്പിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണൽ ലഭ്യമാകുന്നതിനേക്കാൾ വലിപ്പമുള്ള മറ്റെന്താണുള്ളത്? കരുണ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ കരുണാവാനായ അള്ളാഹുവിന്റെ കാരുണ്യം അത് നിരന്തരം നമ്മുടെ മേൽ പൊഴിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? കരുണ, റഹ്മാൻ എന്ന പ്രയോഗമാണ് അള്ളാഹു നടത്തുന്നത്. റഹ്മാൻ, റഹ്മാനായ അള്ളാഹു. നിങ്ങൾ ആരാ സഹായിക്ക? റഹ്മാനായ പടച്ചവനെ വെച്ച്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. സത്യനിഷേധികൾ സദാ ചതിയിലാണ്. ചതിയില എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഞാൻ സഹായിക്കാമെന്ന് ആര് പറയുന്നു? പിശാച് പറയുന്നു. ഞാൻ എപ്പോഴും നിന്റെ സഹായിയാണെന്ന് അവൻ പറയുന്നു. പക്ഷെ അവൻ ആരെ സഹായിക്കുന്നില്ല? സഹായിക്കുകയല്ല, അവൻ സത്യത്തിൽ അവനെ അപകടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഗുറൂർ എന്ന പ്രയോഗം നടത്തിയത്. സദാ അവൻ ചതിയിലാണ്, വഞ്ചിതനാണ്. എന്താണെന്നുള്ള സത്യസന്ധമായ ബോധത്തിലേക്ക് അവൻ ഒരിക്കലും എത്താൻ സാധിക്കുന്നില്ല. സത്യനിഷേധികൾ, നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, സത്യവിശ്വാസം തെന്നി നടക്കുന്ന ഏതു വഴിയിലും ആ സത്യനിഷേധത്തിന്റെ വഴികൾ വരാം. പൂർണ്ണമായും അങ്ങനെ ആവുന്നില്ലെങ്കിൽ കൂടി പലപ്പോഴും നമ്മളും ഈ ഗുറൂറിന്റെ വഴികളിൽ പെടുന്നുണ്ട്. എപ്പോ നമ്മൾ ഈ പിന്നെ അള്ളാഹുവിനെ മറന്നുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോഴൊക്കെയും ഈ ഗുറൂർ, അതായത് പൈശാചികമായ ചതികൾ വരുന്നുണ്ട്. കളിയും ചതിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അല്ലെ? ലഹുവും ലഅബുമാണ് ഏത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്. അത് ലഅബും ലഹുവുമാണ്. അതായത് വെറും വിനോദവും വെറും കളിയും മാത്രമാണ് ഏത് ദുനിയാവ്. വെറും കളിയും വെറും വിനോദവും. ലഹു എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത വർത്താനത്തിനാണ് ലഹു എന്ന് പറയാം. വെറുതെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുക. നിങ്ങൾ കേൾക്കൂ, ഇപ്പൊ ഈ കാണുന്ന നമ്മൾ ഈ ടി വികളിലൊക്കെ ചില സമയത്ത് കാണുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് വൃത്തികേടുകളാണ് ഇതൊക്കെ. ലഹുവാണത്, സമ്പൂർണമായ ലഹുവാണ്. ലഅബാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർദ്ധരാത്രിയും ഗോളടിച്ചു വന്ന് നോക്കി ഇങ്ങനെ രാത്രി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതും ഏതാണ്? ലഅബാണ്. ഇതിനു വേണ്ടി വാങ്ങിവെക്കുന്നതും സത്യത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭ്യമാകാവുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വ എന്ന് ഖുർആൻ പറഞ്ഞത്. ഉലൈക ലഹും അദാബും മുഹീൻ. വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്. വെറും പാഴ്വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി ചില ആളുകൾ ചില സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വെക്കുന്നു. നല്ലത് വാങ്ങാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും വേണ്ടിയല്ല, നല്ലതിനപ്പുറം ചീത്ത കേൾക്കാൻ വേണ്ടി. ലഹുൽ ഹദീസ്, ഒരാവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടി. ഉലൈക ലഹും അദാബും മുഹീൻ. മാത്രമല്ല, അവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങളെ, അതായത് അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളെ അവൻ പരിഹാസ്യമായി കാണുകയും ചെയ്തു. വയത്തഖിദഹാ ഹുസ്വ. ഹുസുവ്, അതായത് അതിനെ പരിഹാസ്യമായിട്ട് കാണുന്നു. പരിഹാസ്യമായി കാണാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ ചിരിക്കാനൊന്നുമല്ല. അതായത് ആ വഴിക്ക് പോകുന്നില്ല, മറ്റേതോ വഴിക്ക് സഞ്ചരിക്കുന്നു. ഹുസുവിന്റെ എങ്ങനെയാ ഹുസുവ് ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം പറയുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് മടിയാവുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ലഹുൽ ഹദീസുകളുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ തന്നെയല്ലേ? ലഹുൽ ഹദീസുകളുടെ പിന്നാലെ പോകുന്നു. ഇവിടെ ഒരു ഭാഗത്ത് ഖുർആൻ ഉണ്ട് നിന്റെ മുമ്പിൽ, പക്ഷേ ആ ഖുർആൻ നീ കേൾക്കാൻ തയ്യാറല്ല. ഖുർആൻ ഈ സൗന്ദര്യത്തെക്കാളും എല്ലാ സൗന്ദര്യങ്ങളെയും ഉള്ളടക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും നീ അത് കേൾക്കാൻ തയ്യാറല്ല. ഉലൈക ലഹും അദാബും മുഹീൻ. അവന് നിന്ദ്യതയുടെ ശിക്ഷ കൊടുക്കുമെന്നാണ് പടച്ചവൻ പറഞ്ഞത്. ഇഹാനത്ത്. ഖുർആന്റെ കൂട്ടുകാരൻ എപ്പോഴും ഇസ്സത്തുള്ളവനാണ്. ഖുർആനെ എതിർത്തവൻ ഇഹാനത്ത്, അതായത് എപ്പോഴും നിന്ദ്യനായി മാറും. ഭൂമിയിലും ചിലപ്പോൾ നിന്ദ്യനാവും, ആഖിറത്തിൽ നിന്ദ്യത. ഇവിടുന്ന് തുടങ്ങും, ഇങ്ങനെ അടി ഇവിടുന്നേ തുടങ്ങും. ദുഃഖ്
ഒരായത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം. ഓ, ആ ആയത്ത് ഇങ്ങനെ രസമാണ്. ദുഖ്, രുചിച്ചോടാ, നീ വലിയ പ്രതാപിയായിരുന്നില്ലേ എന്നാണ് ചോദ്യം. അല്ലാഹു ഇങ്ങനെ തന്നെ ചോദിക്കാണ്, നീ വലിയ പ്രതാപിയായിരുന്നില്ലേ? ഇത് ഈ ആയത്ത് വന്നത് പിന്നെ അബൂജഹലിനെ ബന്ധപ്പെട്ടിട്ടാണ്. അതായത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞ അനൽ അസീസുൽ കരീം, ഞാനാണ് പ്രതാപിയും ബഹുമാന്യനും എന്ന് അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഇവനെയൊക്കെ കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന ഷജറത്തസ് സഖൂം തആമുൽ ലതീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കൽഗലിൽ ഹമീം ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوا فوق رأسه من عذاب الجحيم ذق إنك أنت العزيز الكريم. ഷജറത്തു സഖൂം, നരകത്തിലെ മരത്തിന്റെ പേരാണത്. സഖൂം തആമുൽ ലസീം, അത് പാപിയുടെ ഭക്ഷണമാണ്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, തിളച്ച ചെമ്പ് പോലെ അത് വയറിനെ മുഴുവനും ദഹിപ്പിച്ചു കളയും. കൽഗലിൽ ഹമീം, നരകത്തിലെ ചൂടുള്ള വെള്ളം ദഹിപ്പിക്കുന്നത് പോലെ ദഹിപ്പിക്കും. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം. അല്ലാഹു മലക്കുകളോട് പറയാണ്, ഖുദൂഹു, അവനെ പിടിക്കി, അവന്റെ മൃഗന്തലയിൽ പിടിക്കുമെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അവന്റെ മൃഗന്തലയിൽ പിടിക്കും. മനുഷ്യനെ അപമാനിക്കാൻ പറ്റിയ ഒന്നാണ് അവന്റെ മൂർധാവിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കാം. എന്നിട്ട് ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, നരകത്തിന്റെ നടുക്കേക്ക് അവനെ വലിച്ചുകൊണ്ടുപോ. ثم صبوا فوق رأسه من عذاب الحميم, നരകത്തിലെ ചൂടുള്ള വെള്ളം അവന്റെ മൂർധാവിലൂടെ ഒഴിച്ചു കൊടുക്ക്. ثم صبوا, അതങ്ങ് ഒഴിച്ചു കൊടുക്ക്. നരകത്തിന്റെ വെള്ളം നീ അവന്റെ തലയിലേക്ക് നിങ്ങളങ്ങ് ഒഴിച്ചു കൊടുക്ക്. ദുഖ്, എന്നിട്ട് അല്ലാഹു പറയാണ്, ദുഖ്, രുചിച്ചോളൂ. ഇന്നക അൻതൽ അസീസുൽ കരീം, നീ വലിയ പ്രതാപിയും ബഹുമാന്യനുമായിരുന്നു എന്നാണല്ലോ പറഞ്ഞു നടന്നിരുന്നത് ഭൂമിയിൽ. എന്നാ ഇപ്പോ എല്ലാ നിന്ദിനെയും കഴിച്ചിട്ട് അവസാനം അതിന്റെ അദാബ് സഹിക്കുമ്പോ അള്ളാഹു പറയാണ്, ദുഖ് ദാഖ യദൂഖു ദുഖ്, ആസ്വദിച്ച് കഴിച്ചോളൂ മോനെ. ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, നീ വലിയ പ്രതാപിയായിരുന്നില്ലേ ഭൂമിയിൽ. ഇത് അബൂജഹലിനെയാണ് ഉദ്ദേശമെങ്കിലും അബൂജഹലുമാര് തീർന്നിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ടോ? അന അസീസുൽ കരീം എന്ന് സ്വയം തോന്നിപ്പിക്കുന്ന പലരും നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? ഇല്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ അസീസ്? അള്ളാഹുൽ അസീസുൽ കരീം. അതിനേക്കാൾ വലിയ അസീസ് ഇല്ല. അള്ളാഹു തന്നെ, അവനാണ് അസീസ്. അങ്ങനെ അസീസാണെന്ന് സ്വയം തോന്നിയവനെയാണ് ദുഖ്. ഇതെല്ലാം കഴിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം. നന്നായിട്ട് രുചിച്ചോടാ, ഇന്നക അൻതൽ അസീസുൽ കരീം, നീ ഭൂമിയിൽ വലിയ പ്രതാപിയ എന്ന് പറഞ്ഞു കേട്ടു. നീ ഭൂമിയിൽ വലിയ പ്രതാപിയായി ജീവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. നീ രുചിച്ചോളൂ എന്ന് പറയുകയും നരകത്തിന്റെ നടുത്തലത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോവുകയും അവന്റെ മേൽ മൂർധാവിലേക്ക്, അവന്റെ തലയുടെ മുകളിലേക്ക് നരകത്തിലെ ഈ തിളച്ച ചൂടുള്ള വെള്ളം പാരാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു ദിവസത്തിന്റെ അവസ്ഥ. ഈ ലഹ്വ് ശരിക്കും ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഒരു നിമിഷം ഇപ്പോ ഒരു ഫുട്ബോൾ കളിയുടെ മുമ്പിൽ ഇരിക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആ കളി തന്നെയാണ് ജീവിതം എന്നാക്കാൻ പോവാണ്. വേഷത്തിലും അല്ലെ, ജേഴ്സിയൊക്കെ ഇവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുകയാണ്, നമ്മളത് വാങ്ങി അതിട്ട് അല്ലെ, അങ്ങനെയൊക്കെ പോകരുത്. നമ്മൾ അങ്ങനെയൊന്നും ആവരുത്. ഒരു കളി ഒരു ദിവസം കണ്ടപ്പോ അത് ഹറാമാണെന്നും ഞാൻ പറയാനില്ല, കാരണം അത് ഹറാമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതല്ല ജീവിതം. അതിന്റെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട് എന്ന് ഓർക്കണം. നമ്മളെ ഉറക്കിക്കെടുത്തുന്ന അജണ്ടകൾ. ആ അജണ്ടകൾ ജയിപ്പിക്കലാണ് ഇവരുടെ ആവശ്യം. പക്ഷേ അവൻ അവസാന സമയത്തോ ഒരിക്കലോ നമ്മളെ സഹായിക്കാണ്ടാവില്ല. അതാണ് അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുലക്കും. നമ്മൾ ഇവരെയൊക്കെ ജുന്തുകളാക്കുന്നുണ്ട്, ഇവരെയൊക്കെ നമ്മൾ സഹായികളാക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇവരൊക്കെ പറ്റും എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാണ്ടാവില്ല. ഈ ആധുനികമായ ശാസ്ത്രീയമായ വലിപ്പത്തിന് നമ്മളെ സഹായിക്കാൻ സാധിച്ചു എന്ന് വരണമെന്നില്ല. അള്ളാഹുവിന്റെ അദാബ് വരുമ്പോ ഈ ഭൂമിയിലെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലും നാം സഹായിക്കപ്പെടുകയുമില്ല.
അപ്പോഴാണ് ഈ ജുന്തിനൊന്നിനും സാധിക്കില്ല. ജുന്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതെ, മിലിറ്ററി എന്നാണ്. സൈന്യം. സൈന്യം എന്ന് പറഞ്ഞാൽ ഏത് അപകടസന്ധിയിലും സഹായിക്കാൻ മാത്രം യോഗ്യതയുള്ളവരാണ് സൈന്യം. പക്ഷെ ഈ സൈന്യത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഹുവർ ആരൊഴിച്ച് മിൻ ദൂനിർ റഹ്മാൻ, റഹമുറാഹിമീനായ അള്ളാഹു അല്ലാതെ ആരും സഹായിക്കാനില്ല. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ, മിഥ്യാബോധത്തിലാണ് കാഫിരീൻ. ചതി ആണ് അവൻ സംഭവിച്ചു പോയത്. എല്ലാം സഹായിക്കപ്പെടുമെന്ന് അവൻ സ്വയം ധരിച്ചു പോയിരിക്കുന്നു. അഫമൻ യംശി മുകിബ്ബൻ അമ്മൻ ഹാദല്ലദീ യർസുഖുകും മിൻ അംസക റിസ്ഖ ബൽ ലജ്ജൂ ഫീ ഉതുബ്ബിൻ വനുഫൂർ. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ. അല്ലാഹു ഈ റിസ്ഖിനെ പിടിച്ചു വെച്ചാൽ ആർക്കാ കൊണ്ടുവരാൻ സാധിക്കുക? അള്ളാഹു റിസ്ഖിനെ പിടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ ഭൂമിയിൽ അള്ളാഹു ഈ കാർഷികോൽപ്പന്നങ്ങൾ നടത്താൻ സാധിക്കുന്ന വിധത്തിലല്ലാത്ത ഒരു അന്തരീക്ഷത്തെയും പ്രകൃതിയെയും അള്ളാഹു ഒരു സമയം കൊണ്ടുവന്നാൽ ആരാ ഈ അന്തരീക്ഷത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന, ഈ ഭൂമിയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വളരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ആർക്കാ യോഗ്യതയുള്ളത്? ഇൻ അംസക റിസ്ഖഹു, മുള പൊട്ടാൻ ആര് വേണം? അള്ളാഹു വേണം. അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. ഭൂമിയിൽ താഴോക്ക് പോകുന്നത് പോലെ തന്നെ മുകളിലേക്കും പോരാൻ ഈ രണ്ട് ഭാഗങ്ങളിലേക്ക് പോകുന്ന അത്ഭുതകരമായ വിദ്യ, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് വേരുപിടിക്കുന്ന തരത്തിലുള്ളതും ഭൂമിയുടെ മുകളിലേക്ക് വൃക്ഷം തലനാട്ടാൻ സാധ്യമാകുന്ന വിധം വളർന്നു വരുന്നതുമായ അത്ഭുത വിദ്യ ഒരു ചെറിയ ഒരു ബീജം പോലെ ചെറിയ ഒരു വിത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, എന്നിട്ട് അതിനെ മുറിച്ചിട്ട് അതിന്റെ രണ്ട് ഭാഗങ്ങളിലൂടെയും ആകാശത്തേക്കും ഭൂമിയിലേക്കും രണ്ടു തലങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന വിത്തിനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. അതിനാ പ്രചോദനം നൽകിയതാരാ? അള്ളാഹുവാണ്. സൂര്യന് നേരെ അത് പടർന്നു കയറണമെന്ന പ്രചോദനം ആരാണ് അതിലങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയത്? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം, ഇൻ അംസക റിസ്ഖ, അവന്റെ റിസ്ഖിനെ പിടിച്ചു നിർത്തിയാൽ എന്തൊക്കെ ഉണ്ടെങ്കിലേ ഭക്ഷണമുള്ളൂ. എന്തൊക്കെ ഉണ്ടാവണം? എന്തൊക്കെ വേണം? മഴ വേണം, സൂര്യവെളിച്ചം വേണം, അല്ലേ? ഫലഭൂയിഷ്ടമായ ഭൂമി വേണം. ഇവയെല്ലാം തലയാട്ടും പോലെ നിന്ന് പരസ്പരം ഇണചേരാൻ സാധിക്കുന്ന വിധം പരാഗണത്തിന് വേണ്ടി ഈ ആകാശത്തിങ്ങനെ പാറുന്ന കാറ്റ് വേണം, അല്ലേ? എന്തൊക്കെ ഉണ്ടായാലാണ് ഇതൊക്കെ ആർക്കാ സംവിധാനിക്കാൻ സാധിക്കുക? കാറ്റ് പോയാൽ ഭൂമിയിലെ കാറ്റ് പോയി. ആകാശത്തിന് സൂര്യവെളിച്ചമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവനും നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഭൂമിയിൽ മഴ പെയ്തില്ലെങ്കിലും ഇതൊന്നും ഉണ്ടാവാനേ സാധിക്കുന്നില്ല. അപ്പോ മഴ നിർത്തി, വെളിച്ചം നിർത്തി, കാറ്റ് നിർത്തി, ഇങ്ങനെ ഈ ഭൂമിയെ അങ്ങനെ ഒരു ആവാസ കേന്ദ്രമാക്കി നിർത്തി. എന്നിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വലിച്ചെടുത്താൽ ഇൻ അംസക റിസ്ഖ, അവന്റെ റിസ്ഖിനെ അങ്ങനെ മാറ്റിയെടുത്താൽ. അല്ലാതെ ഈ എല്ലാ ദിവസവും കൊണ്ട് ഒറ്റ അടിക്ക് ഈ ഗോതമ്പിന്റെ വലിയ ഗോഡൌണുകൾ അല്ലാഹു കത്തിച്ചു കളഞ്ഞാണെന്നൊക്കെയാണ് അതിനർത്ഥം കൊടുക്കേണ്ടത്. അതൊന്നും അല്ല അത്. മറിച്ച് ഈ ഭൂമിയുടെ ഈ ഭൗമമായ ആവാസ വ്യവസ്ഥിതിയെ ഇത്രമേൽ കൃത്യമായി നിലനിർത്തുന്ന ഉടമസ്ഥൻ അതിനെങ്ങാനും ഒരു വിലങ്ങ് തീരുമാനിച്ചാൽ പിന്നെ ആർക്കാടോ അത് കൊണ്ടുവരാൻ കഴിയുക? നിന്റെ ഗോഡൌൺ ഒരു തവണ കത്തിയാൽ മറ്റേ കൃഷി വരുമ്പോഴേക്കും ഗോഡൌൺ നിറഞ്ഞു വരും. പക്ഷേ അള്ളാഹു അവന്റെ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നിനക്ക് ഗോഡൌൺ ഉണ്ടാകാൻ സാധിക്കുന്ന വിധം കൃഷി ഉണ്ടാകണ്ടേ? ഇൻ അംസക റിസ്ഖ. അതാണ് ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇനി ഇത് വായിലേക്ക് വെച്ചാൽ ഇത് ഇറങ്ങിപ്പോകണ്ടേ? ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ 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 ഇറങ്ങി ഇനി താഴോട്ട് പോകണ്ടേ? അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പിടുത്തം വന്നാലോ തീർന്നില്ലേ? അപ്പൊ റിസ്ക് അവിടെ പിടിച്ചു വച്ചില്ലേ? ഇങ്ങോട്ടെത്തിയോ? ഇവിടെ നിന്നില്ലേ? അതല്ലേ ആ സാധനം ഇറങ്ങിപ്പോകുമ്പോ എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി. എന്താ കാരണം? എനിക്ക് ഭക്ഷണം എവിടുന്ന് തരണത് ഉടമസ്ഥൻ? സൂര്യവെളിച്ചം തന്നിട്ട്, കാറ്റുണ്ടാക്കിയിട്ട്, അല്ലേ? ഈ പച്ചവൃക്ഷങ്ങളെ ഇങ്ങനെ തലനാട്ടി നിർത്തിയിട്ട് ഒരു ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അതിലൂടെ ഭക്ഷ്യധാന്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തന്നിട്ട് അത് പിന്നെയും പിന്നെയും പലതരത്തിലുള്ള പ്രോസസ്സുകൾക്ക് വിധേയമാക്കി നിന്റെ വായിൽ കൊണ്ടുവച്ച് തരുമ്പോ
അത് ഇറങ്ങിപ്പോകാൻ ആവശ്യമാകുന്ന വല്ലാത്തൊരു എന്താ പറയാ ഒരു പ്രക്രിയയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ ശരീരത്തിൽ ആക്കി വെച്ചു. നിന്റെ ഈ ദഹന പ്രക്രിയ എന്ന് പറയുന്ന അത്ഭുതകരമായ അവസ്ഥയെ അള്ളാഹു ഉണ്ടാക്കി വെച്ചു. ഇനി ആ സാധനം പോയി അവിടെ കിടന്നാലോ അജീർണം വലിയ പ്രശ്നവും. അതിനുവേണ്ടി അതിനെന്തെല്ലാം ചെയ്തു വെച്ചു. ഒരു ഫാക്ടറി പോലെ ഒരു ചെറിയ തുണ്ട് പോലെ ഇരിക്കുന്ന ഒരു സാധനം വർക്ക് ചെയ്യാൻ അല്ലേ, കരൽ, ഒരു നിമിഷം പണി നിർത്തിയാൽ വയറൊക്കെ ഇങ്ങനെ ഭുന്നായി പിന്നെ കുറെ കാലം കിടന്ന് തീരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ ഇതൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്താ അറിയോ? ഇതിങ്ങനെ വയറ്റിലേക്ക് എത്തുമ്പോ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞ അൽഹംദുലില്ലാ. ശരിക്കും ഞാൻ പറയട്ടെ, ഒറ്റ ദിവസം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു നിമിഷം ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അതൊന്ന് തുറക്കാൻ നേരാകുമ്പോ ഇതിലേക്ക് ഇങ്ങനെ വെള്ളോ എന്തെങ്കിലും ഇറങ്ങുമ്പോ ഏത് ഹംക്കും പറഞ്ഞു എന്ത് അൽഹംദുലില്ലാ. എങ്കിൽ അതൊന്നും അവസരം കിട്ടാത്ത നേരത്തും പറയണം എന്ത് അൽഹംദുലില്ലാ. ആർക്കാ ചെയ്യാനാ? ഡോക്ടർക്ക് സാധിക്കോ? ഒരു ദിവസം തുറന്നു, പിന്നെയും കുറെ കഴിയുമ്പോഴേക്കും ആ തുറന്നോടത്ത് വീണ്ടും മൂടി, പിന്നെയും തുറന്നു, പിന്നെയും മൂടി, എന്നിട്ടിങ്ങനെ ഇറങ്ങാതെ കിടന്ന് ഇടങ്ങേറായി അവസാനം അന്നനാളം മുഴുവനും ക്യാൻസറസ് പിന്നെ കോശങ്ങളുടെ ഒരു തിക്കായി മാറുകയും അവസാനം ഇറ്റിറ്റ് പോലും ഇറങ്ങാതെ അല്പാൽപ്പം കൊടുത്ത് അതും മൂടി അവസാനം ഒരല്പം ഒരു ഉരുള എനിക്കൊന്ന് വായിൽ വെച്ച് തരുമോ എന്ന് ചോദിക്കുന്ന എത്ര രോഗികൾ. അല്ലാഹുവേ, അത്തരം മാരക രോഗങ്ങളിൽ നിന്ന് നിന്റെ പരിശുദ്ധമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അവിടെ നിന്നിട്ട് ആലോചിച്ചാൽ മതി, അതിങ്ങോട്ട് ഇറങ്ങുമ്പോ അൽഹംദുലില്ലാഹ്. എത്ര പ്രോസസ്സുകൾക്ക് ശേഷം ഉടമസ്ഥൻ ഈ റിസ്ക് നമ്മുടെ കയ്യിൽ തരാൻ, എത്ര പ്രോസസ്സുകൾ. സൂര്യവെളിച്ചം തരാൻ നീ കോടികൾ ചെലവഴിച്ചാലും അള്ളാഹുവിന്റെ ഈ പ്രകാശത്തിന് തുല്യമായ പ്രകാശം സൃഷ്ടിക്കാൻ സാധിക്കൂല. കോടികൾ, മില്യൺ കോടികൾ നീ ചെലവഴിച്ചാലും അത് കിട്ടൂല. ഈ ആകാശത്ത് ഇങ്ങനെ ഈ വായുവിന്റെ ഗതാഗതം ഉണ്ടാക്കി തരാൻ നീ മില്യൺസ് ഡോളേഴ്സ് ചെലവാക്കിയാലും സാധിക്കൂല. അത്രയേറെ അത്ഭുതകരമായ പ്രക്രിയകൾ നിമിഷ നേരം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ. ഓരോ ദിവസവും കാർബൺ ഡൈ ഓക്സൈഡിനെ പിന്നെ ആഗിരണം ചെയ്യാനും ഓക്സിജൻ പുറത്തു കൊണ്ടുവരാനും ഒക്കെ നിരന്തരം ഈ മഹാപ്രക്രിയകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ നടത്താൻ, അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ സാധനം കിട്ടുന്നത്. എന്നിട്ടും ഇനി ഇതേ റിസ്ക് തന്നെ ഇത് നമ്മുടെ കോശങ്ങളിലും ഓക്സിജൻ ഇങ്ങനെ വീണ്ടും കൊണ്ടുവരാണ് അല്ലേ? ഈ ഭക്ഷണം വീണ്ടും ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തു തരുന്നത്, അതൊക്കെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്തൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു സമയവും ബിസ്മി ചൊല്ലി തുടങ്ങി അത് അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാ അല്ലദീ അത്അമനി, പഠിച്ചോനെ. അത് കഴിഞ്ഞിട്ട് ഇനി അത് പുറത്തേക്ക് പോകുമ്പോഴും അത് തന്നെയാണ്. ഒരു നിമിഷത്തെ ബ്ലോക്ക് മതി, എല്ലാം അവസാനിച്ചല്ലോ. ഒന്ന് ബ്ലോക്കായി പോയാൽ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും മനുഷ്യന്റെ അവസ്ഥ എന്തായി പോകും. അപ്പോഴാണ് അൽഹംദുലില്ലാ. അപ്പോഴും അവനെന്ത് ചെയ്യണം? അവനും അപ്പോഴും അൽഹംദുലില്ലാ പറയണം. എനിക്ക് ആഫിയത്ത് തന്നു അല്ലേ? അങ്ങനല്ലേ പറയണേ? അള്ളാഹു എന്റെ ഈ ബുദ്ധിമുട്ടിനെ പുറത്തേക്ക് വിടുകയും എനിക്ക് ആഫിയത്ത് തരികയും ചെയ്തു. എന്റെ ബുദ്ധിമുട്ട് മാറ്റി എനിക്ക് ആഫിയത്ത് തന്നു. ബുദ്ധിമുട്ട് ഒരു നിമിഷം മതി ശരീരമാസകലം കുഴപ്പത്തിലാകാൻ, ഒന്ന് ബ്ലോക്കായാൽ. ഇതെല്ലാം കൂടി ഇടുന്നുണ്ട്. എന്ത്? അമ്മൻ ഹദല്ലദീ യർസുഖുകും, ഇവൻ തരോ നിനക്ക് ഭക്ഷണം? നീ സിദ്ദാബാദ് വിളിച്ചു നടക്കുന്ന, നീ സുജൂദ് ചെയ്യുന്ന ഇത്തരം വസ്തുക്കൾ തരോ നിനക്ക് ഭക്ഷണം? അമ്മൻ ഹാദല്ലദീ, ഇവനാണോ യർസുഖുകും നിങ്ങൾക്ക് ഭക്ഷണം തന്നത്? എപ്പോ? ഇൻ അംസക റിസ്ഖ, അല്ലാഹു അവന്റെ ഭക്ഷണത്തെ ഒന്ന് പിടിച്ചു നിർത്തിയാൽ. ബല്ലജ്ജൂ ഫീ ഉതുബ്ബിൻ വനുഫൂർ, പക്ഷെ ഈ അഹന്ത എന്തേ മാറാത്തത്? അല്ലാഹു ചോദിക്കാൻ. ബല്ലജ്ജൂ ഫീ ഉതുബ്ബിൻ വനുഫൂർ, നിരന്തരം ഇവൻ അഹന്തയിലാണല്ലോ. അവൻ അഹന്തയിലേക്ക് തല ഇങ്ങനെ നീട്ടി അതിലേക്ക് ഊളിയിട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ഒട്ടക പക്ഷിക്കുള്ള പണിയില്ലേ അതന്നെ. എന്താണ് അവൻ ചെയ്യാറ്? ആരും കാണില്ല എന്നുള്ള വ്യാജേന
ഒട്ടകപക്ഷി തല ഇങ്ങനെ പൂറ്റിവെക്കുന്നത് പോലെ ലജ്ജൂ ഫീ ഉതുവ്വിൻ, അവൻ അഹങ്കാരത്തിലേക്ക് തല പൂറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. തമാദൗ, അവൻ തല ഇങ്ങനെ നീട്ടിയിട്ട് അഹങ്കാരത്തിലേക്ക് തല നീട്ടിവെച്ചു. ഞാൻ മതി എന്നൊരു തോന്നൽ അവന് സ്വയം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. അതിന്റെ ഉള്ളിലേക്ക് അവൻ അവന്റെ ചിന്തയുടെ തലയെ പൂറ്റിവച്ചിരിക്കുന്നു. ഒന്ന് പുറത്തേക്ക് ആലോചിക്കാനും ഈ ഭൂമിയിലെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കാനും അതിനെ വിനയപൂർവ്വം പരിശോധിക്കാനും തയ്യാറാകുമായിരുന്നുവെങ്കിൽ അവൻ എന്തു പറയുമായിരുന്നു? അല്ലാഹുവേ, നീയല്ലാത്തൊരു സഹായവുമില്ല, നീയല്ലാത്തൊരു രക്ഷകനുമില്ല, നീയല്ലാത്ത ഒരു സംരക്ഷകനും എനിക്കില്ല തമ്പുരാനെ എന്നവൻ നെഞ്ചത്ത് കൈവച്ചു പറയുമായിരുന്നു. അതിനു പകരം ഞാനാണെന്ന് സ്വയം അവൻ അഹങ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളാണ് എന്നവൻ സ്വയം പറയുന്നു. ഈ ഭൂമിയിലെ ഈ പറയപ്പെടുന്ന സകലമാന ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമാണ് തങ്ങളുടെ ജീവിതത്തെ ഇത്ര ഐശ്വര്യവത്താക്കിയത് അവൻ എന്ന് സ്വയം അവൻ അഹങ്കരിക്കുന്നു. ബല്ലജ്ജൂ ഫീ ഉതുവ്വിൻ, എന്താ ഇതിന്റെ അർത്ഥം? ബല്ലജ്ജൂ ഫീ ഉതുവ്വിൻ, അഹങ്കാരത്തിലേക്ക് തല നീട്ടി വെച്ച് ആരും കാണില്ലെന്ന ബോധത്തോടുകൂടെ അവനിരിക്കുന്നു. വനുഫൂരിൻ, എല്ലാ നന്മയുടെയും വർത്തമാനത്തിൽ മുമ്പിൽ നിന്ന് അവൻ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. നുഫൂർ, അവൻ ഓടുന്നു. അതാണ് ഇവരുടെ പണി. സത്യനിഷേധത്തിന്റെ പണി അതാണ്. അവൻ സ്വയം അഹങ്കരിക്കുകയും സത്യം കേൾക്കാതിരിക്കാൻ അവൻ പണിയെടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. ബല്ലജ്ജൂ ഫീ ഉതുവ്വിൻ വനുഫൂർ അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, ഒരു സത്യനിഷേധിയുടെ സ്വഭാവം അല്ലാഹു പറയാൻ, അവൻ ഒരിക്കലും യഥാർത്ഥ മനസ്സോടെ ഈ ഭൂമിയെയോ ആകാശത്തെയോ കാണാൻ തയ്യാറാകുന്നില്ല. എപ്പോഴും അവൻ മുകിബ്ബൻ അലാ വജ്ഹിഹിയാണ്, സ്വയം മുഖം പൂഴ്ത്തിയവനാണ്. സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പേടി തോന്നിയതിന്റെ പേരിൽ സ്വയം മുഖം പൂഴ്ത്തിയവനാണ്. മുകിബ്ബൻ അലാ വജ്ഹിഹി, അവന്റെ നടത്തമാണോ ഏറ്റവും കേമം? അതല്ല, സന്മാർഗത്തിൽ നന്നായി നടക്കുന്ന സവിയൻ, സമചിത്തതയോടെ നടക്കുന്നവനാണോ? ആരാണ് നല്ല നടത്തം നടക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. എന്താ ചോദ്യത്തിന്റെ അർത്ഥം? എന്താ? അതെ, ഈ രണ്ടു പേരുടെയും ഇടയിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇവന് സത്യവിശ്വാസിയുടെ പ്രത്യേകത, അവൻ അള്ളാഹുവിലേക്ക് നോക്കിയിട്ടാണ് അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നു. അല്ലേ? എല്ലാവനും സമ്മതിക്കേണ്ടി വരുന്നത് അള്ളാഹുവിന്റെ കഴിവിലാണ്. അവൻ ആരല്ല? അവനൊരിക്കലും അഹങ്കാരിയല്ല. നിരന്തരം അവൻ അള്ളാഹുവിനെ പേടിക്കുന്നു, നിരന്തരം അവൻ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, എപ്പോഴും മുക്കിബ്ബായി മാറുന്നത് അള്ളാഹു എന്ന ബോധമില്ലാത്തവനാണ്. അവൻ മുക്കിബ്ബായി മാറുകയും അവസാനം അവൻ കഴുത്തിൽ കുടുക്കിടുകയും ചെയ്യും. ആർക്കാ ടെൻഷൻ? ആർക്കാ ടെൻഷൻ? നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം നമ്മുടെ ടെൻഷനെല്ലാം എവിടെ പോയി കെട്ടണം? അള്ളാഹുവിൽ കെട്ടണം. തീർന്നില്ലേ എല്ലാം? അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും നടക്കില്ല എന്നുള്ള ബോധമുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്ത് ടെൻഷൻ? അവന് തലപൂഴ്ത്തേണ്ട ഒരവസ്ഥയും വരുന്നില്ല. തലപൂഴ്ത്തേണ്ട എപ്പോഴാണ്? എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് തോന്നുമ്പോഴാണ്. എനിക്ക് ഞാനേ ഉള്ളൂ, എനിക്കെന്റെ റബ്ബുണ്ടെന്ന് തോന്നിയാൽ, അല്ലേ? തല ഉയർത്തി നിൽക്കാൻ ഫിർഔന്റെ മുമ്പിൽ സാധിച്ചത് എനിക്കെന്റെ തമ്പുരാനുണ്ടടാ എന്ന ബോധമായിരുന്നു സയ്യിദുന ഇബ്രാഹിം. അല്ലേ? ഒരു അഗ്നികുണ്ഡം മുഴുവനും തീ അതിന്റെ ഘോരമായ സ്വഭാവത്തിൽ ആളിക്കത്തി നിൽക്കുമ്പോ ജിബ്രീൽ ഞാൻ അങ്ങക്ക് സഹായം ചെയ്യട്ടെയോ എന്ന് ചോദിക്കുമ്പോഴും താനല്ല എന്റെ സഹായി, എന്റെ ഉടമസ്ഥന് ഈ അഗ്നികുണ്ഡത്തിലേക്ക് എന്നെ എടുത്തെറിയുമ്പോഴും അവന്റെ തീരുമാനം നടപ്പിലാക്കാൻ അവന് സാധിക്കുമെന്ന ബോധ്യം എനിക്കുണ്ട്. എന്റെ റബ്ബ് തീരുമാനിച്ചാൽ ഈ അഗ്നികുണ്ഡത്തിൽ എനിക്ക് വെന്തെരിഞ്ഞ് മരിക്കലാണ് എന്റെ റബ്ബിന്റെ തീരുമാനമെങ്കിൽ അതും നടക്കും. അതല്ലെങ്കിൽ എന്റെ തമ്പുരാന്റെ തീരുമാനം ഏതോ അതും നടക്കും. ഞാൻ എന്തിന് ബേജാറാകണം എന്ന് ചിന്തിച്ചത് സയ്യിദുന ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിയുടെ തല ആരുടെ മുമ്പിൽ കുനിയുന്നില്ല? ഫിർഔന്റെ മുമ്പിൽ കുനിയുന്നില്ല. സവിയ്യൻ അലാ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലെ ധീരമായി നടക്കാൻ ആർക്ക് സാധിക്കുന്നു? അത് താഴോട്ട് ചാടുമ്പോഴും ഭയചകിതനാകുന്നില്ല സയ്യിദുന ഇബ്രാഹിം. അത് ചരിത്രത്തിൽ എമ്പാടും അത് തന്നെയാണല്ലോ, അങ്ങനെയാണല്ലോ. മഹാനായ ഖുബൈബ്, സയ്യിദുന ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ച് ഇങ്ങനെ കുരിശിലേറ്റിയിട്ട് ആണി തറക്കാൻ നിൽക്കുമ്പോഴായിരുന്നല്ലോ അബൂ സുഫിയാന്റെ ചോദ്യം,
ഇത്ര ഭീകരമായ ഒരവസ്ഥയുടെ മുമ്പിലെങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സമയത്ത് താങ്കളെ മാറ്റിയിട്ട് ഇവിടെ താങ്കളുടെ ഇഷ്ടക്കാരനും താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഹമ്മദ് നബിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാണെന്ന് താങ്കളൊന്ന് ഭാവിച്ചാൽ മതി, കൊണ്ടുവരല്ല, ഇവിടെ കൊണ്ടുവന്ന് മുഹമ്മദ് നബിയെ കൊണ്ടു നിർത്തുന്നു എന്ന് നിങ്ങൾക്ക് ഭാവിക്കാൻ സാധിക്കുമോ? അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാനാകുമോ എന്ന് ചോദിച്ചപ്പോ ഖുബൈബ് ആ മൂർത്തു നിൽക്കുന്ന ആണിത്തുമ്പുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ശരീരത്തിൽ ഇങ്ങനെ തറച്ച് എന്റെ ശരീരം ഓരോ കഷ്ണങ്ങളായി ചിതറുമ്പോഴും എന്റെ ഹബീബിന്റെ പരിശുദ്ധമായ കാലിൽ ഒരു മുള്ളു തറച്ചാൽ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുക. നിന്റെ ഈ കാരിരുമ്പുകൾ എനിക്ക് വേദനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഒരു ബലം ഉണ്ടല്ലോ, ആ ബലത്തെ നോക്കിയാണ് അല്ലാഹു ചോദിക്കുന്നത്, അമ്മൻ ഹാദല്ലദീ യംശി അലാ വജ്ഹിഹി മുകിബ്ബ, സ്വയം മുഖം പൂഴ്ത്തി നടക്കുന്നവൻ, സ്വയം മുഖം പൂഴ്ത്തി നടക്കുന്നവൻ. ഒരു ആത്മവിശ്വാസമില്ല സത്യത്തിൽ, സത്യനിഷേധിക്ക് ഒരു ആത്മവിശ്വാസമില്ല. എങ്ങനെ ആത്മവിശ്വാസം? അവനെ ഒന്ന് പേടിപ്പിച്ചു നോക്കിയേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ ആത്മവിശ്വാസം ഉണ്ടാവേണ്ട രാഷ്ട്രം ഏതാണ്? അമേരിക്കൻ. കാരണം ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ സൈനികമായ സംഹാരശേഷികൾ മുഴുവനും കാത്തുവച്ചിട്ടുള്ളത് അമേരിക്കയിലാണ്. എല്ലാ സൈനികമായ സജ്ജീകരണങ്ങളും അമേരിക്കയുടെ കയ്യിലാണ്. പക്ഷേ സെപ്റ്റംബർ 11 ശേഷം ഒരു വാതിൽ നന്നായി കാറ്റ് പിടിച്ചിട്ട് അടഞ്ഞാൽ അമേരിക്കക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. മനസ്സിലായാൻ പറഞ്ഞേ അല്ലേ? അതായത് വാതിൽ കാറ്റ് പിടിച്ചിട്ടൊന്ന് ശക്തമായിട്ടൊന്ന് കൊട്ടി അടഞ്ഞാൽ അമേരിക്കക്കാരൻ, ഇത് സത്യം, ഞാൻ വെറുതെ പറയണില്ല, ഇത് നാം കേട്ട വാർത്തയും വായിച്ച വാർത്തയുമാണ്. അമേരിക്കയിലെ ഓരോ വീട്ടിലും അങ്ങനെയായിരുന്നു ഭയാശങ്കകൾ നിറഞ്ഞു വന്നത്. ഒരൊച്ച കേട്ടാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. പോലീസുകാർക്ക് ഇതിന് സമാധാനമില്ല, ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് വിളി തന്നെ. എന്താ കാരണം? അവൻ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കാനും നാളെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്നവനായ ഭയം മാത്രം ജീവിതമാക്കിയവനാണ് അവൻ. ഒരു നിമിഷം മതി ഈ പറയുന്ന ധൈര്യമൊക്കെ ചോർന്ന് അവൻ വെറും പുഴുവിനെ പോലെ ജീവിക്കുന്നു നമുക്ക് കാണേണ്ടി വരും. അതേസമയം തന്റെ മുമ്പിലേക്ക് കാരിരുമ്പ് കൊണ്ട് കുത്താൻ ശ്രമിക്കുമ്പോ, ഇവിടെ ഒന്ന് മുഹമ്മദിനെ താങ്കൾക്ക് ഭാവിക്കാനാകുമോ എന്ന് ചോദിക്കുമ്പോ, എന്റെ റസൂലിന്റെ ശരീരത്തിലെ അവിടുത്തെ രോമകൂപങ്ങളിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു വേദനയുണ്ടാകുന്നതിനേക്കാളും ഭേദം ഞാനിത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ്. അതൊക്കെ പിന്നെയും നാം കണ്ടില്ലേ ചരിത്രത്തിൽ, പിന്നെയും കണ്ടില്ലേ ലിബിയയുടെ സാമ്രാജ്യത്തിനെതിരെയുള്ള ലിബിയയുടെ യുദ്ധത്തിന്റെ മുമ്പിൽ നിന്ന് ഉമറുൽ മുഖ്താർ കഴുത്തിലേക്ക്, അതായത് കഴുമരത്തിലേക്ക് ഏറ്റപ്പെടുമ്പോഴും ഉമറുൽ മുഖ്താർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെയും കണ്ടില്ലേ അത്? പിന്നെയും കയ്യിൽ മുസഹഫ് പിടിച്ച് ലോക സാമ്രാജ്യത്തിന്റെ മുമ്പിൽ അവന്റെ നെഞ്ചിലേക്ക് നടന്നു പോകുന്നത് പോലെ ധീരമായ ഒരു മനുഷ്യൻ നടന്നുപോയി ഇറാഖിൽ. എന്താണ്? വിശ്വാസം തിരിച്ചു വന്നാൽ ഏതു മനുഷ്യനും ഉണ്ടാകുന്നതാണ് ഈ ബലം. അവൻ മുക്കിബുൻ അലാവജീഹി അല്ല, അവൻ മുഖം പൂഴ്ത്തുന്നവനല്ല. പേടിച്ചിട്ട് മുഖം പൂഴ്ത്തുന്നവനാണ് സത്യനിഷേധി. അതേസമയം അള്ളാഹുവിനെ ഓർത്തിട്ട്, അള്ളാഹുവിനെ പേടിച്ചിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ ആരെയുള്ളൂ എന്ന ബോധ്യമുള്ളവന് അവൻ തല ഉയർത്തിപ്പിടിക്കും. അതാണ് അള്ളാഹു പറയുന്നത്, ആർക്കേ സത്യത്തിൽ എന്തുണ്ടാകാൻ പാടുള്ളൂ? ആത്മവിശ്വാസം സത്യവിശ്വാസിക്കാൻ. ആരാണ് സത്യത്തിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടാകേണ്ടവൻ? സത്യനിഷേധിയാണ്. തിരിച്ചായാലാണ് പ്രശ്നം. നമുക്ക് പലപ്പോഴും ഇൻഫീരിയോറിറ്റി പിടികൂടി, അപ്പോഴൊക്കെ അള്ളാഹു നമ്മളെ തോൽപ്പിച്ചു. നമ്മൾ അഅസാണെന്ന ബോധമുണ്ടായി, അപ്പോഴൊക്കെ അള്ളാഹു നമ്മളെ ജയിപ്പിച്ചു. ഏത് അഅസാണെന്ന്? അള്ളാഹുവിനോടൊപ്പം നിൽക്കുമ്പോഴുണ്ടാകുന്ന ഇസ്സത്ത്. വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ആർക്കൊക്കെയാണ് ഇസ്സത്ത്? അള്ളാഹുവിനാണ് ഇസ്സത്ത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇസ്സത്ത്, സത്യവിശ്വാസികൾക്കാണ് ഇസ്സത്ത്. ആ ഇസ്സത്തിനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാകുമെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഇസ്സത്തിന്റെ ബോധം കൊണ്ട് നിങ്ങളാണ് ഉന്നതർ. ജയിക്കേണ്ടത് എപ്പോൾ എവിടെയാണ്? ജയിക്കേണ്ടത് എവിടെയാണ്? ഞാൻ പറയാം, അല്ലാതെ ഭൗതികമായി ആലോചിച്ചിട്ട് പറയും, ജയിക്കേണ്ടത് സത്യത്തിൽ എന്തിനെയാണ്? എന്തും പറഞ്ഞോളൂ.
ഞാൻ അവസാനം ഒരു ഉത്തരം പറയും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജയിക്കേണ്ടത് സത്യത്തിൽ മനസ്സിനെയാണ് അല്ലേ അല്ലേ അല്ലേ. മണ്ണ് കീഴടക്കിയാൽ ജയിച്ചില്ല. ജയിച്ചോ? അങ്ങനെയെങ്കിൽ എന്നേ ജയിക്കണമായിരുന്നു അമേരിക്ക. ജയിച്ചില്ല. അമേരിക്ക തോറ്റു തുന്നമ്പാടി എല്ലാ രാജ്യങ്ങളിലെയും അധിനിവേശം നിർത്തിവെച്ചിട്ട് ഓടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ആ നാട്ടിലെ മനസ്സ് കീഴടക്കാൻ ആർക്ക് സാധിച്ചില്ല? അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അത് ആയുധം കൊണ്ട് സാധിക്കുന്നതല്ല. മഹാനായ ടിപ്പു സുൽത്താനെ ജയിക്കാൻ പിന്നെ ബ്രിട്ടീഷ് മഹാസാമ്രാജ്യത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ട്? ജയിക്കുകയല്ലായിരുന്നു, സ്വയം തോറ്റു നാണം കെടുകയായിരുന്നു. ആ മനുഷ്യന്റെ മരിച്ച ശരീരത്തിൽ മാത്രമേ ചവിട്ടാൻ ബ്രിട്ടീഷുകാർക്ക് ധൈര്യമുണ്ടായിട്ടുള്ളൂ. ആ ധൈര്യമില്ലായ്മ തന്നെയാണ് അവന്റെ പരാജയം അല്ലെ. എന്തുകൊണ്ടാണ്? ടിപ്പു സുൽത്താന്റെ മനസ്സിനെ ജയിക്കാൻ സാധിച്ചില്ല. അവിടെ ഈ അധിനിവേശം മുഴുവനും നടക്കുമ്പോൾ മനസ്സു ജയിക്കാതിരിക്കുന്നിടത്തോളം, മനസ്സിനെ തോൽപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം ശത്രു ജയിച്ചു എന്ന് പറയാനാവില്ല. എവിടെയും എമ്പാടും ചരിത്രത്തിലെമ്പാടും. അതുകൊണ്ടാണ് അധിനിവേശങ്ങൾ നടന്ന സമൂഹങ്ങളിലെല്ലാം തിരിച്ചുവരവുണ്ടാകുമ്പോഴൊക്കെയും ഈ അധിനിവേശം തിരിച്ചോടുന്നത് വളരെ പരാജയത്തിന്റെയും നിന്ദിതയുടെയും സ്വഭാവത്തിലാണ്. എന്തുകൊണ്ടാണ്? ജയിച്ച മനസ്സുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും സാമ്രാജ്യത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ജയിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് മാത്രം മതി. നമുക്ക് അള്ളാഹു തരുമെങ്കിൽ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. അതാണ് ഇസ്സത്തുള്ള തമ്പുരാന്റെ കൂടെ കൂടിയാൽ ഇസ്സത്തുള്ള ഒരു മനസ്സുണ്ടാവും. 1000 തവണ മരിച്ചോട്ടെ, പക്ഷെ എന്തു വേണം? ഇസ്സത്തുണ്ടാവും. അതേസമയം ഒറ്റ തവണയെ മരിച്ചിട്ടുള്ളൂ, ഇസ്സത്തില്ലാത്ത മരണാണെങ്കിൽ ആ മരണം ആത്യന്തികമായ മരണമാണ്. മറ്റേത് ഓരോ നിമിഷവും ഉയർപ്പുവെക്കുന്ന ജീവിതങ്ങളാണ്. എന്തുകൊണ്ട് ഹുബൈബ് ഇനിയും മനുഷ്യന്റെ മനസ്സിൽ ജീവിക്കുന്നു? ഹുബൈബ് മരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മരിക്കാത്ത ജന്മങ്ങൾ തീർക്കുന്ന ധീരതയായിരുന്നു സയ്യിദുനാ ഹുബൈബ്. എന്തുകൊണ്ട് ഹംസ ഇപ്പോഴും മരിക്കുന്നില്ല? ജീവിതത്തിന്റെ എല്ലാ ഓളങ്ങളിലും ഹംസ പുതിയ ഉയർപ്പുകൾ നേടുന്നുണ്ട്. എന്തുകൊണ്ട്? മരിക്കാത്ത ജീവിതമാണ് ഹംസ. ശരീരം ചിന്നിച്ചിതറുമ്പോഴും ഹംസ ജീവിക്കുന്നു. റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ധീരമായ ജീവിതം. ഫിർഔൻ എന്നേ മരിച്ചുപോയി അല്ലേ? എന്നേ മരിച്ചുപോയി. ചരിത്രത്തിലെ ഗാംഭീര്യം പറഞ്ഞു നടന്ന ചക്രവർത്തിമാർ എന്നേ മരിച്ചുപോയി. ആരോർക്കുന്നു അവരെ? ആരുടെ കണ്ണു നനയുന്നു അവനെ കുറിച്ച് ഓർക്കുമ്പോൾ? അതേസമയം ഈ ജീവിതങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും സത്യവിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ധീരതയും ഓർമ്മകളിലെ ആർദ്രതയും കൊണ്ട് അവന്റെ കണ്ണു നനയുന്നു അല്ലേ? ആരോർക്കുന്നു അബൂജഹലിനെ? ആരോർക്കുന്നു ഷൈബയെ? ആരോർക്കുന്നു ഉത്ബയെ? ആരോർക്കുന്നു? അവരുടെ പിൻഗാമികളെന്ന് പറയുന്നവർക്ക് പോലും അവർ ഓർക്കാൻ കഴിയുന്നില്ല. അതേസമയം നിരന്തരമായ ഓർമ്മപദങ്ങളിലേക്ക് ഈ മഹാരഥന്മാർ കടന്നു വരുന്നു. അവർ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലും ജീവിക്കുന്നു. അവരെപ്പോഴും ജീവിക്കുന്നു അല്ലേ? അപ്പോ ജയിക്കാൻ കഴിയാത്ത മനസ്സ്, ആർക്കും ജയിക്കാൻ കഴിയാത്ത മനസ്സ്, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സവിയൻ അലാ സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കാൻ, തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ സ്വയം മുഖം പൂഴ്ത്തിപ്പോയവൻ എങ്ങനെയാണ് അവൻ സ്വയം അവൻ ആ അർത്ഥത്തിൽ നേരെ നടക്കുക എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. രണ്ടാളെയും ഇങ്ങനെ താരതമ്യം ചെയ്യാണ് പഠിച്ചത്. ഒരിക്കലും കഴിയില്ല. വിശാലമായ ഹൃദയത്തിന്റെ, വിശാലമായ അവബോധത്തിന്റെ എല്ലാം അള്ളാഹു നൽകുന്നത് ആർക്കാണ്? സത്യവിശ്വാസിക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം ഇങ്ങനെ വരുന്നത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഹൃദയം തുറന്നു തന്നവൻ, അള്ളാഹു ഹൃദയം തുറന്ന് ഇസ്ലാമിലേക്ക് വഴി നടത്തിയവൻ, അവൻ നിരന്തരം പ്രകാശത്തിലാണ്. ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, അവനവന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള നിരന്തരമായ പ്രകാശം കൊണ്ട് വർദ്ധിതമായ മനോവീര്യമുള്ളവനായി നിലനിൽക്കുന്നു. വിശാലമായൊരു ഹൃദയം അവനുണ്ടാവും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, ഉടമസ്ഥനെ ഓർക്കാതെ സങ്കുചിതമായി പോയ ഹൃദയം, സത്യനിഷേധിയുടെ ഹൃദയം അതാണ്. അപ്പം മനസ്സ്, ശരീരം, ജീവിതം ഇതെല്ലാം പുഷ്ടിപ്പെടാൻ എന്തേ ഉള്ളൂ? വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, തവക്കുൽ, ഒന്നിനുമപ്പുറം എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഉടമസ്ഥനെ ഓർക്കുക.
ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഒരു തീരുമാനം വന്നാൽ അള്ളാഹുവിലേക്ക് അങ്ങ് പോകാം. എന്ത് വന്നോട്ടെ, അള്ളാഹുവാണ് വലിയവൻ. എന്തായാലും ഉടമസ്ഥന്റെ ഒരു തീരുമാനത്തിനപ്പുറം ഒന്നുമില്ല. രോഗങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും അള്ളാഹു നമ്മളോട് നിരന്തരം അവനോട് ചോദിക്കാൻ പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞു. എന്ത് സംഭവിക്കുമ്പോഴും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് കയ്യൂർത്താം. എന്തൊരു ശാന്തിയാണത്. അവിടെ ഇരുന്നൊരു നിമിഷം കരഞ്ഞാൽ ആരും കാണാതെ ആ കരച്ചിൽ കഴിയുമ്പോൾ മനസ്സിലുണ്ടാവുന്നൊരു ധൈര്യമുണ്ടല്ലോ, എന്റെ കൂടെ ആരുണ്ട്? ഇന്നല്ലാഹ മഈ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തുണ്ട്. ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാനും ഇതിനെ നശിപ്പിക്കാനും ഒരേ ഒരു ഉടമസ്ഥനെ സാധിക്കുന്നുവെങ്കിൽ എനിക്ക് തന്ന ഈ പ്രപഞ്ചത്തിന്റെ ഐശ്വര്യങ്ങളെയും നശിപ്പിക്കാൻ ആർക്കേ സാധിക്കൂ? ഉടമസ്ഥനായ റബ്ബിനെ സാധിക്കൂ. എന്റെ തണൽ അള്ളാഹുവാണ്. എന്റെ തണൽ, എന്റെ അഭയം അള്ളാഹുവാണ്. എന്റെ സഹായികൾ മുഅ്മിനീങ്ങളാണ്. എന്റെ സഹായികൾ ജീവിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മുഅ്മിനീങ്ങളാണ്. എന്തൊരു സുഖം ഉണ്ടാവും. ഒന്നും വേണ്ട, അത്ര മതി. അതിനേക്കാൾ അചഞ്ചലമായൊരു മനസ്സ് സൃഷ്ടിക്കപ്പെടാനേ കഴിയില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ ഈ മനസ്സിനെ അള്ളാഹു ഇങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇത്തരം മുഅ്മിനീങ്ങൾ പ്രതിസന്ധികൾ ജയിച്ചൂലേ മുസ്ലിങ്ങൾ എല്ലാ സമയത്തും. അതുകൊണ്ട് ഭയം എന്ന് പറയുന്ന ഒന്ന് ആർക്ക് പാടില്ല? നമുക്ക് പാടില്ല. നമ്മൾ വെറുതെ അകാരണമായ ഭയങ്ങളിൽ കുടുങ്ങാണ്. സത്യത്തിൽ അള്ളാഹു ഉണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ലോകത്തെ ഏത് ഫിർഔൻ ഭരിച്ചോട്ടെ, പക്ഷേ നമുക്ക് ആരുണ്ടാകും? അള്ളാഹു ഉണ്ടാകും. ലോകത്തിന്റെ സാമ്രാജ്യത്വം ഏത് തലങ്ങളിൽ പോയിക്കോട്ടെ, നമുക്ക് അള്ളാഹു ഉണ്ടാകും. പക്ഷേ അകാരണമായൊരു ഭയത്തിൽ അതിന്റെ കരിമ്പുതപ്പിനുള്ളിൽ പേടിയോടെ കഴിയേണ്ടി വരുന്നു എന്നതാണ് ഇന്നത്തെ മുസ്ലിം, അവന്റെ ദുര്യോഗവും അതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ ആയത്തിങ്ങനെ ആലോചിച്ചാൽ മതി. സയ്യിദുനാ ഹംസയുടെയും മഹാന്മാരായ പ്രവാചക ജീവിതത്തിലെ സ്വഹാബത്തിന്റെ ജീവിതത്തിലൊക്കെ കണ്ട ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അവർ കാണിച്ച ധൈര്യം. സാഗരങ്ങളിലേക്ക് ഊളിയിടുമ്പോഴും അവർ ധൈര്യം കാണിച്ചു. മലകൾക്കപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴും പർവ്വതങ്ങൾ ചാടിക്കടക്കാൻ അവർക്കുണ്ടായ ധൈര്യം അള്ളാഹു മാത്രാണ്. അവർക്ക് മുമ്പിലേക്ക് വന്നവരെ കണ്ടപ്പോ അല്ലേ, അങ്ങനല്ലേ മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഅ്തത്ത് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി ആളുകളെ ഒരുക്കാൻ. അപ്പൊ സ്വഹാബത്തിനോട് പറയണം, ആകെ 3000 പേരാണ് മുഅ്തത്ത് യുദ്ധത്തിലേക്ക് പോകാനുള്ളവർ. അവരെ ഒരുക്കിയിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദ്യം അബ്ദുല്ലാഹിബ്നു റവാഹ, പിന്നെ സയ്യിദ്, പിന്നെ ജഅഫർ ബിൻ അബീ താലിബ്, പിന്നെ ഈ പതാക അള്ളാഹു ജയിപ്പിക്കാൻ വേണ്ടി ഒരു കയ്യിൽ കൊടുക്കും. അയാൾ വ്യക്താക്കിയില്ല പഠിച്ചത് അള്ളാഹുവിന്റെ റസൂൽ. ഈ 3 പേരും ധീരമായി ഈ പതാക പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. എന്നിട്ട് ഇതൊക്കെ ഒരുക്കം കഴിഞ്ഞ് സൈന്യത്തിനോടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രസംഗം കഴിച്ച് അബ്ദുല്ലാഹിബ്നു റവാഹ നടക്കുമ്പോ ഒരു ജൂതൻ അബ്ദുല്ലാഹിബ്നു റവാഹയുടെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, കേട്ടില്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ആദ്യം, പിന്നെ സയ്യിദ്, പിന്നെ ജഅഫർ ബിൻ അബീ താലിബ്. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇത് പ്രവാചകനാണ് പറയുന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അബ്ദുല്ലാഹിബ്നു റവാഹ, നിങ്ങൾ പോകും, പിന്നെ അതിനുശേഷം സയ്യിദ് വരും. അദ്ദേഹവും അവിടെ പരാജയപ്പെടും, അദ്ദേഹവും അവിടെ ഷഹീദാകും. അതിനുശേഷം പിന്നെ ജഅഫർ ബിൻ അബീ താലിബും ഷഹീദാവും. പിന്നെ ആരുടെയോ കയ്യിലേക്ക് അത് കിട്ടപ്പെടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ യുദ്ധത്തിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. അബ്ദുല്ലാഹിബ്നു റവാഹ ചിരിച്ചിട്ട് പറഞ്ഞു, അതല്ലേ എന്റെ ഭാഗ്യം. സദഖല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞത് സത്യമാണ്. എനിക്ക് അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ വാഗ്ദാനാണ് ലഭ്യമാകേണ്ടത്. വാഗ്ദാനം മിഠായിയാണത്. ഏത് വാഗ്ദാനം? ഷഹീദാകാനുള്ള വാഗ്ദാനം. ഇത് പഠിപ്പിച്ചു കൊടുക്കാണ് ജൂതൻ. മരിക്കുമെന്നാണ് പറഞ്ഞത്, ഷഹീദാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പൊ പറയാണ്, ഇതെന്റെ സമ്മാനമാണ്, ഇതെനിക്ക് തരാനുള്ള അള്ളാഹുവിന്റെ സമ്മാനം. എന്റെ റസൂൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ഷഹീദാകുമെന്നാണ് എന്റെ ഹബീബ് പറഞ്ഞത്. ശരി, ഞാൻ സമ്മതിച്ചു. സദഖല്ലാഹു വറസൂലു, അള്ളാഹുവും അവന്റെ റസൂലും പറയുന്നത് സത്യം തന്നെ, ഞാനത് സമ്മതിച്ചു. എന്തൊരു ധൈര്യം അല്ലേ? അതാണ് അയാൾ അഹ്ദാ സവിയ്യൻ അലാ സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നെഞ്ചു വിടർത്തി തല കുനിക്കാതെ നടക്കാനുള്ള ധൈര്യമാണ് ആ മഹാന്മാരായ സ്വഹാബത്ത് നേടിയെടുത്തത്.
നമ്മൾ തലകുനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജേഴ്സി അണിയുന്നത്. നമ്മൾ തലകുനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ലെഗിൻ വലിച്ചു കയറ്റിയിടുന്നത്. നമ്മൾ തലകുനിക്കുന്നു. ആരുടെ മുമ്പിൽ? ഈ കോർപ്പറേറ്റ് ബുദ്ധികളുടെ മുമ്പിൽ, ഈ സംസ്കാരങ്ങളുടെ മുമ്പിൽ. അപ്പോ നമ്മൾ ഓർത്തു പോകുന്നു, ഞാൻ എന്റെ ഈ വേഷം ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ വേഷമാക്കാതെ ലെഗിനിട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും? തലകുനിക്കുന്നു. മറ്റുള്ളവരെന്ത് പറയും? ഈ ഭൂമിയിലുള്ള സകല അഴുക്കും വാരി വലിച്ചു കൊണ്ടുപോകുന്ന വിധം, കണ്ണങ്കാലിന് താഴേക്ക് വസ്ത്രം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന വിധം ഞാൻ ആയിട്ടില്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയും? മുക്കിബൻ. എന്താണത്? മുക്കിബൻ അലാ വജീഹി. മുഖം താഴ്ത്തുകയാണ്. മുഖം ഉയർത്തിപ്പിടിക്കണം. എപ്പോ? കണ്ണങ്ങാലിന് മുകളിൽ നല്ല വസ്ത്രം ധരിച്ച് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം നയിക്കുമ്പോ സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. എന്താവുകയാണ്? സിറാത്തുൽ മുസ്തഖീമിൽ നേരെ നടക്കുകയാണ്. സവാ എന്ന് പറഞ്ഞാൽ നേരെ നടക്കാൻ. വളയണ്ട, കുനിയണ്ട, ചായണ്ട, പേടിക്കണ്ട. ആരുടെയും സംസ്കാരത്തിനൊപ്പിച്ച് നിന്റെ കാല് മുറിക്കേണ്ടിയും വരുന്നില്ല. നീ നിന്റെ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന മുഅ്മിനാണ്. ആർക്കും വേണ്ടി ചാനും ചരിച്ചും നിന്റെ മുടി കെട്ടേണ്ടി വരുന്നില്ല. അള്ളാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും നിർദ്ദേശങ്ങളെ മാത്രം പാലിച്ചാൽ മതി. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. ഞാൻ എപ്പോഴും അവസാനിപ്പിക്കുമ്പോൾ ഇത് പറയാൻ കാരണം, നിങ്ങൾ അങ്ങോട്ട് പോകണം, നമ്മൾ അങ്ങോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അങ്ങോട്ട് പോകണം. അതായത് ആരോ പറയുന്നതല്ല നമ്മുടെ വേദം, അള്ളാഹു പറഞ്ഞു തന്നതാണ്. അല്ലെ? നമ്മുടെ അറിവുകൾ എവിടെ നിന്ന് വന്നതാണ്? ആകാശത്ത് നിന്ന്. ലോകം കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യന്റെ കർണപുടങ്ങളിൽ പതിച്ചതാണ്. ലോകം കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യന്റെ നാവിലൂടെ ലോകത്ത് ജീവിച്ചു പോയിട്ടുള്ള മഹാരഥന്മാരിൽ ഏറ്റവും പ്രമുഖരായ മഹാരഥന്മാരിലൂടെ കടന്നു വന്നതാണ് ഈ പരിശുദ്ധ സന്ദേശം. അതുകൊണ്ട് എന്തിന് നാം ഇൻഫീരിയർ ആകുന്നു? എന്തിന് നാം അത്തരം കോംപ്ലക്സുകളിലേക്ക് പോകുന്നു? അതുകൊണ്ട് സബിയൻ അലാ സിറാത്തുൽ മുസ്തഖീം. എവിടെ നിൽക്കണം? സിറാത്തുൽ മുസ്തഖീമിൽ ധീരമായി നിൽക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പോയില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് ഇനി ഇത് തുടരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തട്ടെ. എന്റെ ആഗ്രഹം അതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് എപ്പോഴും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളും അങ്ങനെ തന്നെ എപ്പോഴും ദുആ ചെയ്യുകയും അത്തരം അവസരങ്ങൾ അള്ളാഹു നഷ്ടപ്പെടുത്താത്ത വിധം എന്ത് തന്നെ വന്നാലും അള്ളാഹു ഈ അവസരത്തെ അള്ളാഹു നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. റഹ്മുർ-റഹീമിനായ നാഥ, നിന്റെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനും പകരാനും അത് ജീവിതമാക്കി തീർക്കാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്.